കുട്ടി എന്നോട് ചോദിച്ചു, പക്ഷേ ഞാൻ എന്തുകൊണ്ട് CBSE ട്യൂഷന് എജ്യൂപോർട്ട് തന്നെ തിരഞ്ഞെടുക്കണം എന്ന്. ഞാൻ എജ്യൂപോർട്ടിലെ ഒരു കുട്ടിയുടെ ജേർണി പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടി എജ്യൂപോർട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർക്ക് പോകുന്ന കോൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ മെന്ററിൻ്റെതായിരിക്കും. അതായത് ആ കുട്ടി ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ ആ കുട്ടി ആ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് വരെ അവരെ തുടർച്ചയായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മെന്റർ എന്ന് പറയുന്നത്. അവരെന്തൊക്കെ പഠിച്ചു, അവരേതൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ ചാപ്റ്റർ കഴിഞ്ഞു, ഏതൊക്കെ പഠിച്ചില്ല, കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെന്ററിന്റെ അടുത്തുണ്ടാവും. അതിനനുസരിച്ച് മെന്റർ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചില പ്ലാറ്റ്ഫോംസിലൊക്കെ കാണാറുണ്ട്. ഞാൻ തന്നെ ഒരു നെറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത സമയത്ത് അവരെനിക്ക് ഒരുപാട് റെക്കോർഡഡ് ക്ലാസ് തന്നു. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ആ റെക്കോർഡഡ് ക്ലാസ് കിട്ടിയ അന്ന് ഒരാഴ്ചയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ വീക്കും ഞാൻ ഇങ്ങനെ പഠിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് എനിക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, വേണ്ടെങ്കിൽ പഠിക്കേണ്ട. പക്ഷെ ഇവിടെ അത് നടക്കില്ല. മെന്റർ എന്ന് പറഞ്ഞ ഒരാളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കും, എന്തുകൊണ്ട് പഠിച്ചില്ല, ഇത് പഠിച്ചില്ലല്ലോ, ഈ എക്സാമിന് മാർക്ക് കുറവാണല്ലോ, ഇത് അങ്ങനെയാണല്ലോ എന്ന്. സോ നിങ്ങളെ ബാക്കിൽ കൂടിയിട്ട് പഠിപ്പിക്കാൻ ഒരാളെ ഞങ്ങൾ ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ മെന്ററെ കോൺടാക്ട് ചെയ്ത് മെന്റർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ദെൻ അടുത്ത് നമ്മളുടെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഓറിയന്റേഷൻ ക്ലാസ്സിലൂടെ കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സസ് എങ്ങനെയാണെന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് ഓൾറെഡി നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ 9th ഒക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ അവസാനത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കയറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലെടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ അവിടെ ഓൾറെഡി സാധനം അവിടെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ ഷെഡ്യൂൾസ് ആയിട്ടാണ് തരിക. അതായത് ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞങ്ങളുടെ ആപ്പിലുണ്ട്. ആ ഒരു ഡെയിലി ടാസ്കിൽ നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ടാവും. അതായത് ഒരു ദിവസം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സമയം മാത്രം നിങ്ങൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്പ് ഒരു 1.5 മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് നിങ്ങളുടെ എല്ലാ എക്സാമിലും കിട്ടത്തക്ക വിധം ഞങ്ങൾ നിങ്ങളെ മാറ്റിയിരിക്കും. അതായത് ഈ 1.5 മണിക്കൂറിൽ എന്താ പഠിക്കേണ്ടതെന്ന് ആ ഡെയിലി ടാസ്കിൽ ഉണ്ടാവും. ആ ഡെയിലി ടാസ്കിൽ ഉണ്ടാവും ഏത് വീഡിയോ കാണേണ്ടതെന്ന്. ആ വീഡിയോൻ്റെ അടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ പറയുന്ന ആ വീഡിയോ ഇങ്ങനെ കണ്ട് പോയാൽ മതി. അതായത് ഇപ്പോൾ ഞാൻ മൺഡേ ജോയിൻ ചെയ്ത് മൺഡേ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മൺഡേ മുതൽ ട്യൂസ്ഡേ വെനസ്ഡേ ഒരു ഫ്രൈഡേ വരെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ തന്നെ ആയിരിക്കും. വലിയ ചാപ്റ്ററൊക്കെ ആണെങ്കിൽ ഒരു ഫ്രൈഡേ വരെ എന്തായിരിക്കും ആ ചാപ്റ്റർ തന്നെയായിരിക്കും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ചായിട്ട് കാണും മാത്രമല്ല കേട്ടോ, ഓരോ വീഡിയോ കഴിയുന്ന സമയത്തും ആ വീഡിയോൻ്റെ താഴെ ക്വിസസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കണ്ട വീഡിയോ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെ വെറുതെ കണ്ടുവിട്ടതാണോ എന്ന്. ബിക്കോസ് ആ വീഡിയോ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ക്വിസസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് വീഡിയോ കറക്റ്റായിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ താഴെയുള്ള. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടിട്ട് ആ എക്സാം ആ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി ഫ്രൈഡേയോട് കൂടിയിട്ട് നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, 1ാമത്തെ ചാപ്റ്റർ ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം സാറ്റർഡേ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിലെ ഈ ചാപ്റ്റർ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ട് നമ്മളുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പോയിട്ടുള്ള ആ ചാപ്റ്ററിന്റെ ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ലൈവ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഫാക്കൽറ്റി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലൈവ് തരും. ആ ഒരു പഠിച്ച ചാപ്റ്റർ ഒന്നുകൂടി നമ്മൾ ലൈവിലൂടെ റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ 2 എക്സാംസ് നടത്തും. 2 എക്സാം എന്ന് പറയുന്നത് ഒരു എക്സാം MCQ എക്സാം ആയിരിക്കും. ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും ഉണ്ടാവും. അതുപോലെ നമ്മളുടെ MCQ എക്സാമും അതിൻ്റെ പുറമെ ഞങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും, അതാണ് 2ാമത്തെ എക്സാം, ഡിസ്ക്രിപ്റ്റീവ് എക്സാം. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേർന്ന് കഴിഞ്ഞാൽ ചില കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ MCQ ടൈപ്പ് എക്സാം, അതായത് ക്വസ്റ്റ്യനും ഓപ്ഷനും ഉള്ള ആൻസർ അല്ലേ ഉണ്ടാവുക, അതിലേതെങ്കിലും ഒന്ന് കുത്തിയിട്ട് വെറുതെ കുട്ടികൾ പോകും, അല്ലാണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടൂല എന്ന്. പക്ഷെ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എജ്യൂപോർട്ടിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമും നടത്തുന്നുണ്ട്. ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൻസർ കീയും നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ചാപ്റ്റർ കറക്റ്റായിട്ട് ഡെയിലി ടാസ്കിൽ നോക്കി അതിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പം അതിൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്ത് ലൈവ് കഴിഞ്ഞിട്ട് 2 എക്സാമും അറ്റൻഡ് ചെയ്താൽ പിന്നെ എന്തോ വേണോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ
നിങ്ങൾക്ക് കുറച്ചുകൂടി ഡൗട്ട് ഉണ്ട്, ഇതിലൊക്കെ ഇത്രയും കാര്യം കഴിഞ്ഞിട്ടും പിന്നെയും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ എന്തുണ്ട്, ടീച്ചേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ്, അതായത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഓരോ ടീച്ചേഴ്സും ആ ടീച്ചേഴ്സിൻ്റെ ടൈമും അതുപോലെ ആ ടീച്ചേഴ്സിൻ്റെ നമ്പറും തന്നിട്ടുണ്ടാവും. ആ ടൈമിൽ കറക്റ്റ് ആ ടീച്ചറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡൗട്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതും പോട്ടെ, ഞങ്ങൾ ഒരു ഓൾറെഡി ഞങ്ങളുടെ ആപ്പിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്യേ. ആ AI-നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പല മാർഗ്ഗം, നമ്മളുടെ സൂം ലൈവിലൂടെ ചെയ്യാം, വേണമെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ആപ്പിലുള്ള AI-നോട് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ആ ചാപ്റ്ററിൻ്റെ ഒരു ലൈവ് കണ്ടു, 2 എക്സാം അറ്റൻഡ് ചെയ്തു, ടീച്ചറിനോട് ഡൗട്ടൊക്കെ ചോദിച്ചാൽ പിന്നെ എന്ത് വേണോടാ, അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, ഒരു 7, 8, 9 സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു നവംബറോട് കൂടിയിട്ട് ഡിസംബറോട് കൂടിയിട്ട് ഞങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മളുടെ ബോർഡ് എക്സാം വരുന്ന 10th സ്റ്റുഡൻസ് ആണെങ്കിൽ, 10th CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ നവംബറോട് കൂടിയിട്ട് അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, പോർഷൻസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. നവംബറിലാണ് ക്ലാസ് 10ൻ്റെ പോർഷൻസ് കഴിയുക, ആൻഡ് ഡിസംബറിലാണ് 7, 8, 9ൻ്റെ പോർഷൻസ് കഴിയുക. അങ്ങനെയായിരിക്കും പോർഷൻസ് കഴിയുക. പോർഷൻസ് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞോ? ഇല്ല. നിങ്ങളുടെ പോർഷൻസ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും. റിവിഷൻ ക്ലാസ്സും എക്സാമും തന്നെയായിരിക്കും. ഈ നവംബർ അല്ലെങ്കിൽ ഡിസംബറിന് ശേഷം എന്ന് പറയുന്നത് റിവിഷൻ ക്ലാസ് ഫുള്ള് ലൈവുകളും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി പ്രോ ആയി മാറുകയാണ് അതോടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പ് തരാണ്, നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ 95+ എന്തായാലും പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ ഉറപ്പാണ് കേട്ടോ. ബിക്കോസ് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളെ കറക്റ്റായിട്ട് കോൾ ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയാ നോക്കി പോകുന്ന മെൻറ്റേഴ്സും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകൾ തന്നിട്ട് നിങ്ങളുടെ ഒരു ഗെയിമിഫിക്കേഷൻ മോഡിലൂടെ നിങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിച്ച് നിങ്ങളുടെ ആപ്പിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് മിസ് പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, CBSE ട്യൂഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തായാലും എജ്യൂപോർട്ട് തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ CBSE ട്യൂഷൻ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ കൂടെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ പറ്റും. ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുന്ന് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ച് എന്താണ് കറക്റ്റ്, എന്താണ് ഈ ബാച്ച് എന്ന് പറഞ്ഞുതരും. ഇപ്പോൾ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ബാച്ച് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ബാച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് സെറ്റാണ് എങ്കിൽ നിങ്ങൾ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇനി ക്ലാസ്സൊക്കെ അടിപൊളിയാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഫ്രീ ആണ് കേട്ടോ ആപ്പിൽ. അപ്പോൾ ആപ്പിൽ പോയിട്ട് ഫസ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ ആണ്, സെറ്റാണെങ്കിൽ ഇങ്ങോട്ട് പോര്. നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് തന്നെ ലക്ഷ്യമാക്കിയിട്ട് പഠിക്കാം, ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. സോ ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.